എടാ ഇത് എന്ത് പോക്കാൻ പോണല്ലേ. നമുക്ക് സ്പോർട്സ് മോഡിൽ എടുത്ത് നോക്കല്ലേ. സ്പോർട്സ് മോഡായോ? ആയി, സ്പോർട്സ് ആയി. ഇനി ഒന്ന് ഡ്രൈവിലിടട്ടെ. ഡ്രൈവിൽ തന്നെയാണ്, എൽ അല്ല ഡി. കൊടുത്തു നോക്കുക. മോനെ ഇത് 1 ലിറ്റർ എഞ്ചിനാണോ? ഒരു രക്ഷയില്ല. ടർബോ CVT, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഒരു കിടിലൻ വാഹനം, 21 മോഡൽ നിൽക്കുന്ന ടർബോ CVT എഞ്ചിന്. 1000cc വണ്ടിയാണെന്ന് ഒരിക്കലും പറയില്ല. 1000cc കൈകാരം നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഡ്രൈവിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സാധാരണ AMT ആണ്, അവരിൽ ലാഗിങ് ആയിട്ട് നമുക്ക് മടുത്ത് പണ്ടാറിറങ്ങലാണ്. പക്ഷേ ഈ ഒരു മുതൽ ഇത് ഒരിക്കലും മടുക്കൂല. 21 മോഡൽ നിൽക്കുന്ന കൈഗർ CVT ടർബോ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം, 1000cc വരുന്ന വാഹനമാണ്. ഒരിക്കലും ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് പറയില്ല. അജാതി പെർഫോമൻസ്, ഒരു രക്ഷയില്ല. കാണാനാണെങ്കിലും അജാതി ബ്യൂട്ടിഫുള്ളും. കേരള തൃശ്ശൂർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 21 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന RXZ ഫുൾ ഓപ്ഷൻ വേരിൽ നിൽക്കുന്ന വാഹനം. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഏറ്റവും വലിയ കൈകറിൻ്റെ പോരായ്മയെ നിനക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കാല് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ലാഗിങ്, അതേപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ നിൽക്കുന്ന ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കും എന്നുള്ളതിന് പ്രശ്നം. പക്ഷേ ഈ മുതലുണ്ടല്ലോ, ഇത് എന്നെ നെട്ടിച്ച് കളഞ്ഞു. ആദ്യമായിട്ടാണ് ടർബോ CVT ഗിയർ ബോക്സിൽ നിന്ന് വാഹനം ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് വരുന്നത് 2021 മോഡൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഡുവൽ ടോണിൽ നിൽക്കുന്ന RXZ എന്നുള്ള വേരിയൻറ്റ്. അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ ക്ലൈമറ്റ്, AC, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നത്. വെറും 23,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള ഒരു കിഡിലോസ്കി ഐറ്റം തന്നെ എന്ന് പറയാം. എൻ്റെ നെട്ടിച്ച് കളഞ്ഞു. കാരണം കൈകാരൻ എനിക്കൊരു ചീത്തപ്പേരാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. കാരണം വെച്ചാൽ സാധാരണക്കാർക്ക് ഒരു എസ്പെഷ്യലി ലേഡീസിനൊക്കെ പറ്റിയൊരു വാഹനമാണ്. സാധാരണ ഇങ്ങനെ പതിയെ നമ്മുടെ ആവശ്യത്തിനൊക്കെ നിറവേറ്റാൻ പറ്റിയ ടൗൺ പർപ്പസിന് അല്ലെങ്കിൽ ഒരു ചെറിയ ലോക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ലേഡീസ് ഒക്കെ പോകുന്ന പോലെ കൊച്ചു കഴിയുന്ന പോലെയൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് അങ്ങനെ ഒരു പർപ്പസായിരുന്നു എൻ്റെ മൈൻഡിലായിരുന്നു. പക്ഷേ ഇത് നെട്ടിച്ച് കളഞ്ഞ മക്കളെ, ഒരു രക്ഷയില്ല. ഒന്ന് ഡ്രൈവ് എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ഡ്രൈവ് എടുത്തുകൊണ്ട് ഇതിന് പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു മുതൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ വില വരുന്നത് 7,60,000 രൂപയാണ്. 7 ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം. 2021 പുതിയ മോഡൽ, വെറും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. ഇനി CNG ഫിറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2017 മോഡൽ നിൽക്കുന്ന എത്തിയോസ് ലിവ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള VX എന്ന വേരിൽ നിൽക്കുന്ന വാഹനം. VX CNG ആഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. CNG ആഡ് ചെയ്തുകൊണ്ട് തന്നെ സാധാരണ ഇതിൽ എത്തിയോസ് ലിവ പെട്രോൾ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പറയുക മനസ്സിലായി മൈലേജ് ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ 22 കിലോമീറ്റർ നമുക്ക് ഷുവർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. പെട്രോൾ എഞ്ചിനായതുകൊണ്ട് മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറവായിരിക്കും. ഒറിജിനൽ കേരള വാഹനമാണ്. ഇതും റെഡ് ആൻഡ് ബ്ലാക്കിൽ ഡുവൽ ടോണിൽ വരുന്ന വാഹനമാണ്. കമ്പനി ഡുവൽ ടോണിൽ വരുന്ന 32 ചേർത്തല രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. VX ആയതുകൊണ്ട് തന്നെ ഫോഗ് ലാംപ്സ് ഇരുന്നു, അലോയ് വീൽസ് ഇരുന്നു, മിറർ ഇൻഡിക്കേറ്റർ ഇരുന്നു, മിറർ ഫോൾഡിംഗ് ആയിരുന്നു, D ടൈപ്പ് സ്റ്റിയറിംഗ് വരുന്നുണ്ട്, എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി ഇൻബിൾട്ട് മ്യൂസിക് സിസ്റ്റം, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിൽക്കുന്നു. ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ സ്പോയിലർ നിൽക്കുന്നു, അതേപോലെ ഡിഫോഗർ നിൽക്കുന്നു, ബാക്ക് വൈപ്പർ നിൽക്കുന്നു. അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 60-70% ടയർ കണ്ടീഷൻ നിൽക്കുന്നു. ഈ ഒരു വാഹനം നമുക്ക് 5,95,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി 5,95 ഓൾമോസ്റ്റ് 5,25 നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനമാണ്. അപ്പോൾ ഒരു മാനുവൽ ഗിയർ ബോക്സിൽ നിന്ന് ഒരു ഹാച്ച് ബാക്ക്, ടൊയോട്ടയുടെ ഹാച്ച് ബാക്ക് വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഒരു CVT ഗിയർ ബോക്സിൽ നിന്ന് റിനോട്ടിൻ്റെ കൈകറും ടൊയോട്ടയുടെ എത്തിയോസ് ലീവ ഹാച്ച് ബാക്ക് വരുന്ന വാഹനം നമ്മൾ 2 വാഹനം നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈകർ നോക്കിക്കോ. മാനുവൽ ഗിയർ ബോക്സിൽ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞ ഒരു മൈലേജുള്ളൊരു വാഹനം വേണ്ടവർക്ക് ടൊയോട്ട എത്തിയോസ് ലീവാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.